السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونشكره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. والصلاة والسلام على سيد الكونين محمد مصطفى صلى الله عليه وسلم وعلى آله وصحابه وبيته أجمعين. أما بعد. സമ്മാദന്യമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആദരനായ പ്രൊഫസർ അലിക്കുട്ടി ഉസ്താദ് അവർകൾ, മഹാനായ പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, ഈ യോഗത്തിന് സ്വാഗതം പറഞ്ഞ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ഹാറൂൺ റഷീദ്, സലാഹുദ്ദീൻ ഫൈസി, സദസ്സിലും വേദിയിലും സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന മഹത്തുക്കളായ ഉലമാക്കൾ, സാദാത്തുക്കൾ, മുതഅല്ലിമീങ്ങൾ, പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങൾ, പരിസരങ്ങളിൽ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾ, സമഗ്രമായ വിഷയാവതരണങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നീട്ടിപ്പരത്തി പറയാം. ഞാൻ സലാഹുദ്ദീൻ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. SKSF-നെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുമായുള്ള വ്യത്യാസം, മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം ജീവിക്കാനുള്ള വിദ്യാഭ്യാസത്തെ പറ്റി പഠിപ്പിക്കുന്നു. SKSF-നെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന സത്യത്തിന്റെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു. അതാണ് അതിന്റെ പ്രധാന വ്യത്യാസം. മറ്റെല്ലാവരും പരീക്ഷകൾക്ക് A+ വാങ്ങാൻ പഠിപ്പിക്കുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക പ്രസ്ഥാനമായ അവർ താലോലിച്ചു വളർത്തിയ ഈ പ്രസ്ഥാനം പരീക്ഷണങ്ങളിൽ A+ മേടിക്കാനാണ് പഠിപ്പിക്കുന്നത്. പരീക്ഷകളിൽ A+ മേടിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും പരീക്ഷണങ്ങളിൽ മൈനസ് മാർക്കാണ് മേടിക്കുന്നത്. ജീവിതം എന്ന വിദ്യാഭ്യാസവും പരീക്ഷണത്തിനെ കുറിച്ചുള്ള ഹൈഗ്രേഡുകളും പഠിപ്പിക്കുന്ന ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ അതിന്റെ സ്ഥാപകന്മാരും താലോലിച്ചു വളർന്നവരുമായ മഹാന്മാർ തന്നെയാണ് അതിന് നിദാനം. അതിനെപ്പറ്റി ഒരു പരാമർശത്തിലാണ് പ്രിയപ്പെട്ട സലാഹുദ്ദീൻ ഉസ്താദ് ഇവിടെ നിർത്തിയത്. കോരിത്തരിക്കായിരുന്നു ഞാനിവിടെ ഇരുന്നത്. ആ ചിന്തകൾ ഒടുങ്ങുന്നില്ല. ആനയെ നാം കണ്ടിട്ടുണ്ട്, കൊതുകിനെയും നാം കണ്ടിട്ടുണ്ട്. ഇത് രണ്ടും എത്ര വലിപ്പ വ്യത്യാസമുണ്ടെന്നും നമുക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ അല്ലാഹുവിന്റെ ഒരു ഖുദ്റത്ത് ആനയുടെ ശരീരത്തിലുള്ള അവയവങ്ങളെല്ലാം തന്നെ കൊതുകിനും കൊടുത്തു. അതൊരു അജബാണ്. ആനയ്ക്ക് 4 കാല്, കൊതുകിനും 4 കാല്. ആനയ്ക്കൊരു തുമ്പിക്കരം, കൊതുകിനും ഒരു തുമ്പിക്കരമുണ്ട്. ആനയുടെ തുമ്പിക്കരം കൊണ്ട് വെള്ളം വലിച്ചെടുക്കും, കൊതുകിന്റെ തുമ്പിക്കരം കൊണ്ട് രക്തം വലിച്ചെടുക്കും. അന്യന്റെ രക്തം ഊറ്റി കുടിക്കുന്ന സാധനമാണ് കൊതുക്. ആനയ്ക്ക് മുന്നോട്ട് വളഞ്ഞ 2 കൊമ്പ്, കൊതുകിനും 2 കൊമ്പ്.
അനേക സാമ്രാജ്യങ്ങളിൽ പകർച്ചവ്യാധി പിടിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞ ജീവിയാണ് കൊതുക്. ഇപ്പൊ നമ്മുടെ നാട്ടിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെങ്കു ഫീവർ ആയാലും ചിക്കൻ ഗുനി ആയാലും ഉണ്ടാക്കിത്തരുന്ന വൈഷമ്യമുണ്ടാക്കുന്ന സാധനം കൊതുകാണ്. എത്രയോ ഡോക്ടർമാർ സമയത്ത് ക്യാമ്പിൽ പങ്കെടുക്കാതെ ഈ കൊതുക് കാരണം ജോലി പോയ ഡോക്ടർമാരും ഒത്തിരിയുണ്ട്. ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അള്ളാഹു കൊതുകിനെ പഠിച്ചത് ആനയുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൊടുത്തു. എന്നിട്ടല്ല പറഞ്ഞു കൊതുകിനെ ഉദാഹരിക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുന്നില്ല എന്നും പറഞ്ഞു. ആനയെ ഒരു പേപ്പറിൽ വരയ്ക്കണമെങ്കിൽ ആനയുടെ ശരിയായ വലിപ്പത്തിൽ വരയ്ക്കാൻ പറ്റില്ല. ആനയുടെ വാലിന്റെ പുച്ഛത്തിന്റെ അത്രയും വിസ്തീർണമുള്ള ഒരു പേപ്പറിൽ ആനയെ വരയ്ക്കുമ്പോ വളരെ ചെറുതാക്കി അതിന്റെ ശരീരഘടനയുമായി താരതമ്യേന പേപ്പറിൽ വരയ്ക്കുമ്പോൾ ചെറുതായി വരയ്ക്കാൻ പറ്റും. കൊതുകിനെ വരയ്ക്കുമ്പോ ആ കൊതുകിന്റെ യഥാർത്ഥ വലിപ്പത്തിൽ പേപ്പറിൽ വരയ്ക്കാൻ പറ്റൂല, വലുതാക്കിയേ വരയ്ക്കാൻ കഴിയും. ചെറിയ കൊതുകിനെ വലുതായി വരച്ചിട്ട് ഇതാർക്ക് സമമാണ് എന്ന് വാദിക്കുന്നവരാണ് ഈ പറഞ്ഞ വിഘടനവാദികൾ. അതിന്റെ ജോലി തന്നെ ചോര കുത്തി വലിച്ചു കുടിക്കുക, സോക്കേട് പരത്തുക, മനുഷ്യനെ അവശരാക്കുക. എന്തെല്ലാം ഉണ്ടായാലും എനിക്ക് ചോര കിട്ടിയാൽ മതി. ചിരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. ആ ചോര ഊറ്റി കുടിക്കാൻ ചട്ടിയും എടുക്കും, മുടിയും എടുക്കും, ഇനി വേറെ പലതും എടുക്കും. നമ്മളിതെല്ലാം കാണേണ്ടിയും വരും. പക്ഷെ ഇത് അധികം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണ്ട് ഖത്തമായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു സംസ്കൃത കാവ്യത്തിൽ ഇങ്ങനെ പറയും: മർക്കടസ്യ പരിഗ്രഹേ ഗർദഭം തത്ര വാദനം പരസ്പരം അഭിവന്ദ്യന്തി അഹോരൂപം അഹോസ്വരം. ഈ ഗ്രൂപ്പിൽപ്പെട്ടവരെല്ലാം പരസ്പരം ഔലിയാക്കളെ സൃഷ്ടിക്കുകയാണ്. അവൻ ഔലി, ഇയാൾ ഔലി, ഔലിയാക്കൾ അവരങ്ങ് സൃഷ്ടിക്കുക, അല്ലാഹ് അല്ല സൃഷ്ടിക്കുന്നത്. പരസ്പരം പാടിപ്പുകർത്തുന്ന ഇവരെ കാണുമ്പോ ഈ ശ്ലോകം എനിക്ക് ഓർമ്മ വരികയാണ്. ഈ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? കൊരങ്ങിന്റെ കല്യാണം, മർക്കടസ്യ പരിഗ്രഹം, കൊരങ്ങിന്റെ കല്യാണം. കല്യാണത്തിൽ ഗാനമേള അവതരിപ്പിക്കാൻ പോയത് ഗർദഭം തത്രവാദനം, കഴുതയാണ് ഗാനമേള അവതരിപ്പിക്കാൻ പോയത്. കല്യാണം കഴിഞ്ഞപ്പോ കഴുത കുരങ്ങിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആഹാ എന്തൊരു സൗന്ദര്യം. അപ്പൊ കുരങ്ങ് തിരിച്ച് കഴുതയോട് പറഞ്ഞു, ആഹാ എത്ര മനോഹരമായ സ്വരം. പരസ്പരം വാഴ്ത്തി പുകഴ്ത്തുകയാണ് കുരങ്ങും കഴുതയും കൂടി. അല്ലാതെ ഇതിൽ യാഥാർത്ഥ്യങ്ങൾ ഒന്നും ഇല്ല. രാജാവ് നഗ്നനെന്നാരാനും ഓതിയാൽ ആ സത്യവാദിതൻ നാവരിയുന്നു നാം. ഈ കാണിക്കുന്ന തോന്നിവാസമാണെന്നും രാജാവ് നഗ്നൻ എന്നുള്ളത് നമ്മുടെ ഒരു പഴയ ഭാരതത്തിലൊരു പഴയ പഴങ്കഥയാണ്. ഒരു നാട്ടിലൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ വലിയ ഭക്തനും ധർമ്മിഷ്ഠനുമാണെന്നാണ് അയാളുടെ വിശ്വാസം. അയാളെ പറ്റിക്കാൻ വേണ്ടി ഏതോ നാട്ടിൽ നിന്ന് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്കനേകം ദിവ്യശക്തിയുള്ള ആളാണ്, എനിക്ക് വസ്ത്രങ്ങൾ നെയ്യാനറിയാം, ഞാൻ ആ വസ്ത്രം നെയ്തെടുക്കാൻ വളരെ വളരെ സമയമെടുക്കും. പക്ഷെ ഞാൻ നെയ്യുന്ന വസ്ത്രം ഭക്തിയുള്ളവർക്ക്, യഥാർത്ഥ ഭക്തിയുള്ളവർക്കേ കാണാൻ കഴിയൂ എന്ന് ഈ പറഞ്ഞ സന്ദർശകൻ രാജാവിനോട് വർണ്ണിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ വസ്ത്രം ഉണ്ടാക്കുന്നതായിട്ട് അഭിനയിച്ച് യഥാർത്ഥത്തിൽ ഉണ്ടാക്കില്ല. രാജാവിനോട് ചോദിച്ച്, എങ്ങനെയുണ്ട് എന്റെ വസ്ത്രം? അപ്പൊ രാജാവ് പറഞ്ഞു, മനോഹരമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ വസ്ത്രമില്ല, ഭക്തിയില്ലാത്തതുകൊണ്ട് കാണുന്നില്ല എന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട് അയാൾ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞത്. അവസാനം വസ്ത്രമണിഞ്ഞ് രാജാവ് തെരുവിലൂടെ എഴുന്നള്ളേണ്ട സമയമായി. യഥാർത്ഥത്തിൽ വസ്ത്രമില്ലല്ലോ. രാജാവിനോട് പറഞ്ഞു, ഉടുത്തിരിക്കുന്ന തുണിയെല്ലാം മാറിയെങ്കിലേ ഈ വസ്ത്രം ധരിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ രാജാവ് നഗ്നനായി ഈ ദിവ്യവസ്ത്രം കൊണ്ട് എല്ലാം മറഞ്ഞിരിക്കുകയാണ് എന്ന ധാരണയിലൂടെ തെരുവിലൂടെ നടന്നു. ഹോയ് ഹോയ് വിളിച്ചുകൊണ്ട് വമ്പിച്ച ജനപ്രവാഹം അയാളുടെ പിറകിലുണ്ടായി. രാജഭക്തന്മാർ ആരും മിണ്ടിയില്ല. എല്ലാവരും പറഞ്ഞു, രാജാവിന്റെ തുണി നന്നായിരിക്കുന്നു, നന്നായിരിക്കും. യഥാർത്ഥത്തിൽ തുണിയില്ല, നന്നായിരിക്കുന്നു എന്ന് വാഴ്ത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ തെരുവിലിരുന്ന നിഷ്കളങ്കനായ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു, അയ്യേ രാജാവ് നഗ്നനാണ്, രാജാവ് നഗ്നനാണ്.
ആ കുട്ടിയെ നശിപ്പിക്കാൻ രാജകിങ്കരന്മാർ ശ്രമിച്ചപ്പോൾ പൊതുജനം അനുവദിച്ചില്ല. ആ കുട്ടിയെ സംരക്ഷിക്കാൻ പൊതുജനം മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നു. ഈ രാജാവ് നഗ്നനാണെന്ന് എത്രയോ കാലമായി പണ്ഡിതന്മാർ പറഞ്ഞു. അത് ഉച്ചൈസ്തരം ജനമധ്യത്തിൽ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞത്, രാജാവ് നഗ്നനെന്ന് ആദ്യം ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞത് നമ്മുടെ അഭിമാനമായ സ്നേഹഭാജനമായ ഇന്നും വികാരത്തോടെ മാത്രം ഞാൻ ഓർക്കുന്ന നാട്ടിക മൂസ മുസ്ലിയാരാണ്. പാച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. അവസാനം വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി, മാസപ്പുറയുടെ വെല്ലുവിളി മരിക്കുന്നതുവരെ ഏറ്റെടുക്കാൻ ഗ്രൗണ്ട് കാളികൾക്കും നേതാക്കൾക്കും കഴിഞ്ഞിട്ടില്ല. രാജാവ് നഗരമെന്ന് വിളിച്ചു പറഞ്ഞ നാട്ടികയെ ഒതുക്കാൻ എന്തെല്ലാം കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടെന്നറിയോ? മരിച്ചുപോയ വലിയ മനുഷ്യനെ കുറിച്ച് ഈ നാശകാലന്മാർ പറഞ്ഞ ആ കുപ്രചരണങ്ങൾ ഒന്നുപോലും ഞാനിപ്പോ പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞു ഉണ്ടാക്കിയത്, എന്തൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെ കിങ്കരന്മാർ. പലതും മനുഷ്യന് ശല്യമായി നിന്ന് ആൽമരം മുറിച്ചു മാറ്റാൻ തുടങ്ങിയപ്പോൾ അതിന്റെ കീഴിൽ കൂടെ പ്രവർത്തിച്ച് നേരത്തെ പറഞ്ഞ മോഡിയുടെ കൂട്ടുകാരെ കൂട്ടുപിടിച്ചിട്ട് ആലു സംരക്ഷണ സമിതി എന്ന് പറഞ്ഞൊന്നും ഉണ്ടാക്കി. മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റല്ലേ, ബുദ്ധിമാനല്ലേ. നാട്ടിക എന്തെന്നറിയാമോ? ജനങ്ങളെ വിളിച്ച് ബോധ്യപ്പെടുത്തി, നിങ്ങൾ ആല് സംരക്ഷണത്തിൽ നിന്ന് ഇത് മറിഞ്ഞ് വണ്ടി കാത്തു നിൽക്കുന്നവന്റെ തലേ വീഴും, അതുകൊണ്ട് നമുക്കെല്ലാം കൂടെ ചേർന്ന് ആള് സംരക്ഷണ സമിതി പകരമുണ്ടാക്കി. അങ്ങനെ പകരം വീട്ടിയത്. ആല് സംരക്ഷണ സമിതിക്ക് കൂട്ടുനിന്നത് ഈ കൂട്ടരാണ്. നാട്ടികയെ കൊണ്ടത് ചെയ്യാതിരിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, അതുകൊണ്ടാണ് വെല്ലുവിളിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് വെല്ലുവിളിക്കുന്നു, നീ നിന്റെ കൗമും മുഴുവൻ വാ എന്ന് വിളിച്ചത്. ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ 1986 നടാട് മലബാറിലേക്ക് വാതിന് വരുന്നത്. 86, 83 മുതൽ തെക്കൻ കേരളത്തിൽ പറയും. ഇപ്പോ തെക്കൻ കേരളത്തിൽ സമസ്തയ്ക്ക് വേണ്ടി സംസാരിക്കാൻ സന്തോഷപൂർവ്വം പറയട്ടെ, അല്ലെങ്കിൽ ഒരുപക്ഷെ അല്പ ദുഃഖത്തോടെയും പറയട്ടെ, തെക്കൻ കേരളത്തിൽ സമസ്തയെപ്പറ്റി സംസാരിക്കാൻ ഇപ്പോ പ്രസംഗിക്കാൻ പ്രവർത്തകരുണ്ട്. പാവം ഞാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ തിക്തപരീക്ഷണങ്ങൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇല്ലാ കഥകളും വല്ലാ കഥകളും ഉണ്ടാക്കി എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തിട്ട് അതിനെ എങ്ങനെയൊക്കെയോ മോർഫ് ചെയ്ത് വികൃതമാക്കി എന്റെ പ്രസ്താവന പോലെ കാർഡടിച്ചിറക്കി ആ കാർഡ് ഞാൻ കൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പിടിച്ച് ചോദ്യം ചെയ്ത എല്ലാം മുത്താലിമീങ്ങളെ. പിന്നെ ഞാൻ തന്നെ അങ്ങ് നിർത്തി. കാരണം ഗ്രൂപ്പ് ഏതായാലും മുത്താലിമീങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം ചെയ്ത പണിയാക്കണോ? കാലങ്ങളായി തിരുവനന്തപുരത്തെ, എന്റെ സ്വന്തം കാര്യം പറയില്ല, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്നുള്ളതിന് പറയാം. തെക്കോട്ട് വടക്കോട്ട് ശക്തമാണ് നിങ്ങളല്ല നമ്മൾ. പാളയം പള്ളിയിലെ ഇമാമിന് സെലക്ഷൻ നടന്നു കഴിഞ്ഞ മാസം. ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ജില്ലാ മെഡിക്കൽ ഓഫീസർ. എനിക്ക് നല്ല പെൻഷനും കാര്യമില്ല. വയത് പറയുക എന്നുള്ളത് എന്റെ ജീവിതത്തിലെ നിയോഗമല്ല, ഇനി വന്നു ചേർന്നതാണ്. ഞാൻ അതിനായി ഇൽമ പഠിച്ചതുമല്ല, അങ്ങനെ എത്തിച്ചേർന്നതാണ്. നടാട് മലബാറിലെ വയത് 986 കാസർഗോഡ് കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ ഉറൂസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനാണ്. അന്ന് അവിടെ നിന്നോട് പറഞ്ഞൊരു വാക്യമുണ്ട്, മരണം വരെ വയത് ഉപേക്ഷിക്കരുത്. എപ്പോഴാ മരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. മരണം വരെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞത് കണ്ണിയത്ത് ഉസ്താദ് ആയതുകൊണ്ട് എനിക്ക് ഉറപ്പാ, ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ശരി മരണം വരെ വയത് ഉണ്ട്, അത് ഉറപ്പാണ്. പറഞ്ഞത് കണ്ണിയത്ത് ഉസ്താദ് ആയതുകൊണ്ട് തകർക്കാൻ പറ്റില്ല, കാരണം മഹാന്മാരാണ് പറഞ്ഞത്. അപ്പോ പാളയം പള്ളിയിലെ ഇമാമായിട്ട് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞ ഡിസംബറിൽ ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പും എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പാളയം ഇമാമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന്. അതിനു മുമ്പ് അബ്ദുൽ ഗഫാർ മോലെ വരുന്ന ആ സമയത്തൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് അവിടുത്തെ ഇന്റർവ്യൂ വരുന്നതൊക്കെ. മുട്ടാണിശ്ശേരി കോയക്കുട്ടി ഇല്യാസ് സാറൊക്കെ എന്നെ നിർബന്ധിച്ച. ഞാൻ പറഞ്ഞു പറ്റില്ല, ഒരു ജമാഅത്തിന്റെ ഭാരമൊക്കെ ഏറ്റെടുത്ത് എന്നെ കെട്ടിയിടപ്പെടും, എനിക്ക് പറ്റില്ല, എനിക്ക് ഓടി നടക്കണം, അതാണ് എന്റെ സ്വഭാവം. പക്ഷെ ഇത്തവണ ഞാൻ അതിന് വഴങ്ങിക്കൊടുത്തത് മറ്റൊരു കാരണം കൊണ്ടാണ്. വർഷങ്ങളായി ജമാഅത്തെ ഇസ്ലാമിക്കാർ പാളയം പള്ളി അടക്കി വെച്ചിരിക്കുക. ഭരണസിരാ കേന്ദ്രത്തിലെ ആ പള്ളിയിലുണ്ടാകുന്ന പ്രസ്താവന, ആമിന്റെ വിചാരം മദ്ഹബിൽ ഇമാമിങ്ങൾ 4 കഴിഞ്ഞാൽ പിന്നെ പാളയ ഇമാമാണെന്നാണ്. അങ്ങനെ ആമ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് പിടിച്ചടക്കിയാൽ കൊള്ളാമെന്നൊരു മോഹം വന്നത് മറ്റൊന്നും കൊണ്ടല്ല. അവിടെ സ്ത്രീകൾക്ക് ഓഡിറ്റോറിയത്തിൽ ജുമാ നടത്തുന്നുണ്ട്, അതൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ച് കളയണം. കഴിയുമെങ്കിൽ പാളയം പള്ളി സമസ്തയുടെ കീഴിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി എന്റെ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ ഞാൻ അപേക്ഷയിൽ ഒപ്പിട്ട് കൊടുത്തേ ഉള്ളൂ, പൂരിപ്പിച്ചതുപോലും ഞാനല്ല.
കൊണ്ടുകൊടുത്തു. എന്നെ സെലക്ട് ചെയ്യുന്ന ഒരു ഘട്ടം വന്നു. സെലക്ട് ചെയ്യുന്ന ഘട്ടം വന്നപ്പോ അവർക്ക് പ്രധാനമായിട്ട് വേണ്ടത് പ്രസംഗം എങ്ങനെ നോക്കാനാണ്, പ്രസംഗം നോക്കലാണ്. ആ ഇന്റർവ്യൂവിന് വിളിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ വിഘടനവാദികൾ, ഈ പറഞ്ഞ മുടിക്കക്ഷികൾ, ഈ പറഞ്ഞ വറചട്ടി കക്ഷികൾ അവിടെ ചെന്നിട്ട് ഇന്റർവ്യൂവിന്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ മുഖ്യ സൂത്രധാരൻ ഒരു നാസറുദ്ദീനാണ്. അയാൾ PhD എടുത്തത് മറ്റൊരാളുടെ നിന്ന് കാശ് കൊടുത്താണ് തീസിസ്. അതിന്റെ എല്ലാം തെളിവുണ്ട്, വെറുതെ അബദ്ധപഞ്ചാംഗം പറയല്ല. ഒന്നാമത് ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ തെളിവ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ അറബി ഡിപ്പാർട്ട്മെന്റ് മേധാവിയാകാൻ വേണ്ടി PhD വേണം. ഇയാൾക്ക് PhDക്ക് ഗവേഷണം ചെയ്യാനുള്ള കഴിവില്ല. അയാൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഹൽക്കയിൽ പങ്കെടുക്കുന്ന ആളാണ്. അയാൾ PhD എടുത്തത് ഒരു ഉസ്താദിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് PhD റിസർവ് ചെയ്ത് മേടിച്ച. വിവാദം ഉണ്ടാക്കിയാലും പ്രശ്നം, വിവാദം ഉണ്ടാകാൻ തന്നെ പറയും. പ്രത്യേകിച്ച് എന്റെ ഇനിഷ്യലും കുഴപ്പം ചെയ്യുന്ന ഒരു ഇനിഷ്യലാണ് ഈ അടുത്ത കാലത്ത്. MM എന്ന ഇനിഷ്യലല്ല ഇപ്പൊ ഈയുടെ കുഴപ്പമാണ്. ആദ്യം എറണാകുളത്തെ MM മോനായി എന്ന് പറയുന്ന ആള് പാർട്ടിയിൽ ഉണ്ടെന്നും ഇല്ലെന്നും PH കൗലാനി മൗറൂഫാനി രണ്ടഭിപ്രായമായി. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് MM ലോറൻസ് ഭാര്യയെ മാനസികാശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞ് അച്യുതാനന്ദൻ വെച്ചാലേക്ക് MM ലോറൻസ്. പിന്നെ MM മണിക്ക് ഉണ്ടായതെന്താ നിങ്ങളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുക. MM ഹസന എന്നുണ്ടെങ്കിലോ കുടുംബശ്രീ മാറ്റിവെച്ച് വേറെ ഏതാ ജനശ്രീ കൊണ്ടുവന്ന് അതിന്റെ ഫണ്ടും പ്രശ്നം. അത് MM എന്നുള്ള ഇനിഷ്യൽ ചെയ്യേണ്ട കുഴപ്പമാണ്. അതുകൊണ്ട് എനിക്കൊരു പേടി ആ കാര്യത്തിൽ ഇല്ലാതെയും ഇല്ല. സത്യം തുറന്നു പറയാതിരിക്കാൻ വയ്യ. ആ പറഞ്ഞ നാസറുദ്ദീന്റെ അടുത്തേക്ക് ഈ പറഞ്ഞ കക്ഷികൾ ചെന്നിട്ട് ഇല്ലാ കഥകളും വല്ലാ കഥകളും പറഞ്ഞ് പാരവെച്ച് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മാത്രമല്ല, വേറെ പലതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല. പോട്ടെ, കിംവദന്തികൾക്ക് ഞാൻ ഒരു വരെയും കൊടുക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ എന്റെ ഏറ്റവും വലിയ അമൽ എന്താണെന്നറിയാമോ? ചെറുപ്പകാലം മുതലേ വയതിന്റെ രംഗത്ത് ഇറങ്ങിയത് മുതലുള്ള എന്റെ ഏറ്റവും വലിയ അമൽ എന്താന്ന് വെച്ചാൽ ഒരുപാട് പിന്നെ നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുന്ന പലരും എന്നെക്കുറിച്ച് ഗീബത്ത് പറയും. എന്റെ ഏറ്റവും വലിയ അമൽ അതാണ്. അതൊരു വലിയ നിധിയാണ്. ഒരു പണി ചെയ്യാതെ എനിക്ക് ഒത്തിരി അമൽ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. എനിക്കതിൽ പേടിയില്ല, സങ്കടമില്ല. ഞാൻ എപ്പോഴറിയാമല്ലോ, എന്നെ അടുത്തറിയാവുന്ന പലരുമുണ്ട്, വയത് നടത്തിയവരുണ്ട്. ആ പൂക്കയിലൊക്കെ വയത് വരുമ്പോൾ തങ്ങളാണ് അവിടുത്തെ ഇമാമ നൌഷാദ്, ചെട്ടിപ്പടിയിലെ നൌഷാദുണ്ട്. അറിയാം, എന്റെ സ്വഭാവം അറിയാമല്ലോ. എന്നെപ്പറ്റി ഞാൻ പറഞ്ഞങ്ങോട്ട് പൊഴുത്തിക്കൊണ്ട് പറയില്ല. പള്ളിയിലേ താമസിക്കൂ, ഞാൻ തഹജ്ജുദും ലുഹായും മുടക്കാത്ത മനുഷ്യനാണ്. എന്ത് വേണേലും പറയാം, ഒരു പ്രശ്നമില്ല. പോട്ടെ, ആ വേദന കൊണ്ട് ഞാനങ്ങ് പറഞ്ഞുള്ളൂ. ഈ ദുരവസ്ഥയിൽ ഉള്ളിൽ വികാരങ്ങൾ ഉദ്വേല ഭാവം ഉയർന്നുരയ്ക്കും മധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകി നദാന മലബാറിലേക്ക് വരും സംഘടത്തി മഹാശയ ദഴവാ ഉസ്താദ് പറഞ്ഞയച്ചിരുന്നു. 1986 മലബാറിലേക്ക് അയച്ചത് ഉസ്താദാണ്. ദഴവാ ഉസ്താദിനെ അറിയാത്തവരാരുമില്ലല്ലോ. ഇൽമിന്റെ ബഹറും തസവുഫിന്റെ കോട്ടയുമായിരുന്നു. സൂക്ഷ്മതയുടെ അങ്ങേ അറ്റമായിരുന്ന മഹാനവർകൾ ആദ്യത്തെ വയതിന് വന്നപ്പോ കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ ഉറൂസിനാണ് ആദ്യത്തെ വയത്. ആ വയത് ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണീത്ത് ഉസ്താദാണ്. നോട്ടീസ് കൊണ്ട് കൊടുത്തപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കണ്ണീത്ത് ഉസ്താദിനെ കാണണം, കണ്ടിട്ട് പറയണം ഇത് മലബാറിൽ നടാടെയാണ്, ദ്വാ ഇറക്കാൻ പറയണം. അടുത്ത ഉപദേശം എനിക്ക് മഹാനായ ശെഹുന തഴബ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ തന്ന രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയോ? എല്ലാ കാലവും സമസ്തയും അതിന്റെ പണ്ഡിതന്മാരുമായിട്ട് ചേർന്ന് കഴിഞ്ഞോണം, അതിനപ്പുറം ഒന്ന് ചിന്തിക്കരുതാ തഴബ ഉസ്താദ് പറഞ്ഞത്. വയതിന് വന്നിട്ട് സമസ്ത കേരള ജമിയത്തുലമയുടെ പൂർവ്വകാല സൂരികളായ പണത്തിന്റെ പിറകെ പോകാത്ത, അല്ലാഹുവിനെ മാത്രം സ്നേഹിക്കുന്ന, ആഖിറം മാത്രം ഇഷ്ടപ്പെടുന്ന, സമ്പത്തിന് വേണ്ടി കോലം കെട്ടാത്ത ആ മഹാന്മാർ താമസിക്കുന്ന ഒരു ഭാഗത്ത് വയതിന് പോയിട്ട് ഉസ്താദ് അയച്ചൊരു കത്തുണ്ട്. സമസ്തയുടെ പണ്ഡിതന്മാർ, പഴയകാല പണ്ഡിതന്മാർ താമസിച്ചിരുന്ന രംഗം അയച്ചൊരു കത്തുണ്ട്. ഉസ്താദ് കത്തയക്കുന്നതും കവിതയിലാണ്. അതിങ്ങനെയാ: കണ്ടു ഞാനിവിടെ പല പല സ്വാലിഹീങ്ങളുടെ വീടുകൾ ഓല തൂക്കി മറച്ചു മഞ്ഞും മഴയുമേറ്റവരായി കഴിയുന്നുണ്ട് പട്ടിണിയായി. സമസ്തയുടെ പൂർവ്വസൂരികളുടെ ജീവിതം ഉസ്താദ് എഴുതി അയച്ച, കത്തെഴുതി അയച്ചത്. കണ്ടു ഞാനിവിടെ പല പല സ്വാലിഹീങ്ങളുടെ വീടുകൾ ഓല തൂക്കി മറച്ചു മഞ്ഞും മഴയുമേറ്റവരായി. മഹാനായ പറവണ്ണ ഉസ്താദിനെ കുറിച്ചാണ് ശൈഖുനായി കത്തയച്ചത്. അവർക്ക് ത്യാഗമായിരുന്നു അവരുടെ ശക്തി.
മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് വഫാത്താകുന്നത് വരെയും ഓടുമേഞ്ഞൊരു ചെറിയ പുരയിലല്ലേ താമസിച്ചത്. ലോകത്തിന് വെളിച്ചം തന്ന പുര, ഒരു കോലായും 2 മുറിയും അടുക്കളയുമുള്ളൊരു കൊച്ചുപുരയിൽ അവിടെയല്ലേ കിടന്നത്. ആരോ ജയിച്ചപ്പോ, തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോ സമ്മാനമായിട്ട് കാറ് കൊണ്ട് കൊടുത്തപ്പോ ചാവിയെ കൊണ്ട് കൊടുത്തു. എന്തായത്? ഇവിടത്തേക്ക് സഞ്ചരിക്കാൻ ഒരു കാറ്, എനിക്കെന്തിനാണ് ആ കാറ്? ചാവി തിരിച്ചു കൊടുത്തു. ആഡംബര കാറുകൾ, എണ്ണം പറയാൻ കഴിയാത്ത ആഡംബര കാറുകളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്രക്കിടയിൽ തിരുവിതാംകൂർ രാജാവിന്റെ കാല് പിടിക്കാൻ പോയവരല്ല സമസ്തയുടെ പണ്ഡിതന്മാർ. ആഖിറമായിരുന്നു വലുത്. കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതം കണ്ടിട്ടാണ് മഹാനായ ശൈഖുനാ മവാഹിബുൽ ജലീൽ ഈ വരികൾ കുറിച്ചത്. ആരൊക്കെ നിന്ന ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. അല്ലാഹു മുമ്പിൽ കോടീശ്വരന്മാരാണ്. അതുകൊണ്ട് തന്നെ പണത്തിന്റെ പിറകെ പാഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഒരു സ്ഥാപനത്തിലും സനദുദാന സമ്മേളനത്തിൽ ഏത് നേതാവായാലും ഏത് രാജ്യം ഭരിക്കുന്നയാളായാലും ബിസ്മില്ല ചൊല്ലാത്ത ഒരാളെ അധ്യക്ഷനോ ഉദ്ഘാടകനോ ആക്കിയിട്ടില്ല. ലാ യജൂസു സദ്റത്തുൽ കാഫിർ ഫീ മജാലിസിൽ മുസ്ലിം എന്ന തുഹ്ഫയുടെ 9ാമത്തെ അധ്യായത്തിൽ 299 പേജിൽ കാണാം. മുസ്ലിമിന്റെ സമ്മേളനങ്ങളിൽ ആ മുസ്ലിമിനെ കടന്നു പാടും. അവരാരായാലും ശരി, സനദുദാന സമ്മേളനത്തിന് രാജ്യം ഭരിക്കുന്ന നേതാവിനെ കൊണ്ടുവന്നപ്പോ അതിന് സെക്യൂരിറ്റി ഒരുക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുള്ള ഒരു സ്ഥാപനത്തിലും ബോംബ് സ്ക്വാഡിന്റെ നായ നിരങ്ങിയിട്ടില്ല. ഇത്ര മ്ലേച്ഛമായിട്ട് നടക്കുന്ന കൊതുകിനെയാണ് ആനയായിട്ട് വരച്ചു കാണിക്കുന്നത്. ഇനി ഞാൻ കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല. എന്റെ ഉള്ളിൽ വികാരങ്ങൾ തള്ളിയപ്പോൾ ഞാൻ പറഞ്ഞു പോയത്, സമസ്തയുടെ പണ്ഡിതന്മാരെ ആരെയും CBI ചോദ്യം ചെയ്തിട്ടില്ല. സമസ്തയുടെ പണ്ഡിതന്മാരെ ആരെങ്കിലും ജയിലിൽ പിടിച്ചിട്ട് ഇറങ്ങി വന്ന ലോക നേതാവായ എന്നെ ജയിലിലിട്ടിടാന്നും പറഞ്ഞ് കരഞ്ഞു കാണിച്ചിട്ടില്ല. സമസ്തയുടെ പണ്ഡിതന്മാരെ കൊലക്കേസിൽ സംശയിച്ചിട്ടില്ല. അവർ മുഖ്ലിസീങ്ങളാണ്. അന്നും ഇന്നും എന്നും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. കാളമ്പാടി ഉസ്താദായാലും ചെറുശ്ശേരി ഉസ്താദായാലും മഹാന്മാരാണ് അവരെല്ലാം. അവർക്ക് ദുനിയാവ് വേണ്ട, അവർക്ക് ആഖിറമാണ് സമ്പാദിക്കേണ്ടത്. അവർ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. അതിന്റെ പോഷകഘടനയാണ് SKSF. അതിനുവേണ്ടി അഭിമാനത്തോടെ സംസാരിക്കാൻ കൊല്ലത്തുനിന്ന് ഇന്നലെ 2 ദിവസമായി മുതൽ ചെർപ്പുളശ്ശേരി ഉണ്ടായിരുന്നു. ഇനി രാത്രി തിരിച്ചു കൊല്ലത്തേക്ക് തന്നെ. ഇത്രയും ത്യാഗം സഹിച്ച് എനിക്ക് വരാൻ കഴിഞ്ഞ് എന്നെ ഇതിന് ക്ഷണിച്ചതുകൊണ്ടാണ്. ഇത് കണ്ണിയത്തിന്റെ കറാമത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശംസുലുലമായുടെ കറാമത്ത് ഞാൻ വിശ്വസിക്കുന്നു. നന്ദിയിലെ സന്നദ്ധാനത്തിന് എത്ര പ്രാവശ്യം ഹയാത്തുള്ളപ്പോഴെന്നെ വിളിച്ചിട്ടുണ്ട്, വഫാത്തായതിനു ശേഷവും വിളിച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു 500ന്റെ നോട്ട് തരുന്ന ശംസുല്ലമാണ് എനിക്കത്. 500ന്റെ നോട്ട് ആദ്യം കാണുന്നത് അവിടുന്ന് തന്നപ്പോഴാണ്. ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു ഏറെക്കാലം. അത് കഴിഞ്ഞ് പിന്നുണ്ടായ സംഭവമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇപ്പം പറയാൻ നിൽക്കുന്നില്ല. അതൊക്കെ പറയാൻ എന്റെ വിഷയത്തിൽ നിന്ന് ഒരുപാട് തെറ്റിപ്പോവും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോവുകയല്ല. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം അതാണ് തന്നിരിക്കുന്നത്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചൊതുക്കാൻ ആർക്ക് കഴിയും? ലോകം മുഴുവൻ സമമായി കൊണ്ടിരുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണവും യാത്രയും നിരന്തരമായതുകൊണ്ട് സംഭവിച്ചു. അപ്പോ ശത്രുക്കളെ സ്നേഹിച്ചു, പ്രകൃതിയെ സ്നേഹിച്ചു. നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്, ജീവനോടെ പെൺമക്കളെ കുഴിച്ചിട്ടിരുന്ന കാലം. ഒരു സഹാബി പിൽക്കാലത്ത് ഖേദിച്ചിട്ടുണ്ട്. തന്റെ 10 വയസ്സുകാരിയായ മകളെ കുഴിച്ചിടാൻ സമയത്ത് എന്തിനാണിപ്പാ എന്നെ ഇങ്ങനെ ഈ മണ്ണിനടിയിലാക്കുമെന്ന് ചോദിച്ച് കരഞ്ഞ രംഗം പറഞ്ഞ് സഹാബി കരഞ്ഞിട്ടുണ്ട്. പിന്നീട് ഹിദായത്ത് കിട്ടിയതിനു ശേഷം ആ കാലഘട്ടത്തിൽ വന്ന സ്നേഹത്തിന്റെ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സ്നേഹവും ദയാവായ്പും വർണ്ണിക്കാൻ അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞപ്പോ ഇനി അതിനപ്പുറം നമുക്ക് വല്ലതും പറയാനുണ്ടോ?
റഹീം എന്ന പേര് മനുഷ്യർ കിട്ടാൻ പാടില്ല, അബ്ദ് കൂട്ടാതെ. അള്ളാഹുവിന്റെ വിശേഷമാണല്ലോ റഹീം. അബ്ദു ചേർക്കാതെ റഹീം എന്ന പേര് മനുഷ്യർക്കിടാൻ പാടില്ല. പക്ഷെ അല്ലാഹു തന്നെ പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫുർ റഹീം, കാരുണ്യം സ്നേഹത്തിന്റെ മറ്റൊരു ഭാഗമാണ്. പ്രപഞ്ചത്തെ ആകെ സ്നേഹിച്ചു. സലാഹുദ്ദീൻ ഫൈസി പ്രസംഗിച്ചതുപോലെ മദ്രസയിൽ നമ്മൾ പഠിപ്പിക്കുന്നു, സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്നു ഹുബ്ബുൽ വത്നി മിനൽ ഈമാൻ. അപ്പോൾ ആ സ്നേഹം തന്നെ നമുക്ക് ആദ്യം എടുക്കാം. എപ്പോൾ പൂക്കോട്ടൂർ എപ്പോൾ വേദിയിൽ വരുന്നു അപ്പോൾ ഞാൻ നിർത്തും. ഇനി പൂക്കോട്ട് വരാൻ താമസിച്ചാൽ അരമണിക്കൂറിനുള്ളിൽ നിർത്തും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇപ്പം മാതൃരാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു തീവ്രവാദിയാകാൻ കഴിയുമോ? ബെർണാഡ് ഷാ എഴുതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹവായ്പും കരുതലും സമസൃഷ്ടി സ്നേഹവും പഠിച്ചുകൊണ്ട് ജോർജ് ബെർണാഡ് ഷാ എഴുതി, Prophet Muhammad was a noble preamble to entire mankind as also the nation. If Muhammad is alive today, the fate of the world would have been safe in his hands. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനാകെ ഒരു മാതൃകയായ ഒരു ആമുഖമാണ്. 70 വർഷത്തിനപ്പുറം മരിച്ചുപോയ ബെർണാഡ് ഷാ പറഞ്ഞു, ഇഫ് മുഹമ്മദ് ഇസ് അലൈവ് ടുഡേ, ഇന്നു ജീവിച്ചിരുന്നാൽ 70 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നാൽ ഫേറ്റ് ഓഫ് ദ വേൾഡ് വുഡ് ഹാവ് ബീൻ സേഫ് ഇൻ ഹിസ് ഹാൻഡ്സ്. ഈ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും, പ്രകൃതിയുടെ നിയന്ത്രണം, മനുഷ്യന്റെ നിയന്ത്രണം, ജീവജാലങ്ങളുടെ നിയന്ത്രണം, അതെല്ലാം ആ കൈകളിൽ സുരക്ഷിതമായിരിക്കുമായിരുന്നു. അവിടുത്തെ സ്നേഹം, അവിടുത്തെ സ്വഭാവ വൈശിഷ്ട്യം ഒരിക്കലും വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. ഭൗതിക പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളെ ആത്മീയ പണ്ഡിതന്മാർ പലപ്പോഴും അംഗീകരിക്കാറില്ല. ആത്മീയ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന വ്യക്തിത്വങ്ങളെ പലപ്പോഴും ഭൗതിക പണ്ഡിതന്മാരും അംഗീകരിക്കാറില്ല. ആത്മീയ പണ്ഡിതന്മാരും ഭൗതിക പണ്ഡിതന്മാരും തലകുലുക്കി സമ്മതിച്ച ഒരേ ഒരു പ്രതിഭാസം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. തോമസ് കാർലയിൽ നിരീശ്വരവാദിയാണ്. ധിക്കാരത്തിന്റെ കാതലാണ് കാർലയിൽ. ആരെയും പരിധി വിട്ട് അംഗീകരിക്കുന്ന ആളല്ല. കാർലയിൽ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എനിക്കൊരു ശവകുടീരം ഉണ്ടാക്കരുത്, എന്റെ ശരീരത്തിൽ റീത്ത് വെക്കരുത്, ഇങ്ങനെ എല്ലാം പ്രഖ്യാപിച്ച കാർലയിൽ ധിക്കാരത്തിന്റെ കാതലാണ്. ബ്രിട്ടീഷ് രാജപരമ്പര സർസ്ഥാനം കൊടുത്ത് ബഹുമാനിച്ച മെക്കോലെ പ്രഭു, ലോർഡ് മെക്കോലെ, ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രസംഗിച്ചു നിൽക്കുകയാണ്. പ്രസംഗം വളരെ നീണ്ടുപോയി. ഒരുപാട് നീണ്ടപ്പോ മെക്കോലെ പ്രഭുവിനെ പിടിച്ചിരിച്ച നിയന്ത്രിക്കാൻ ആ കൂട്ടത്തിൽ ആർക്കും കരുത്തുണ്ടായിരുന്നില്ല. ആർക്കും. അപ്പോ കാർലയിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, മിസ്റ്റർ മെക്കോലെ, യുവർ സ്പീച്ച് ഈസ് സോ ഫാന്റാസ്റ്റിക്. നിങ്ങളുടെ പ്രസംഗം അത്ഭുതാവഹമാണ്. പക്ഷേ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടിയിൽ സ്ഥിരമായി താമസിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. മെക്കോലെ മൂക്കേറിട്ട് വലിച്ചിരുത്തിയ ആളാണ് കാർലയിൽ. മറ്റാർക്കും അതിന് ധൈര്യമില്ല. അയാളുടെ ധിക്കാരത്തിന്റെ സ്വഭാവം കാട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും അയാളെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനത്തെ തോമസ് കാർലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിച്ചിട്ട് രേഖപ്പെടുത്തി. Such virtues was overcome or was defeated cannot be said about him. Though the beautiful traits in his character cannot be finished, nor human energy suffice to count them. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേർത്ത് ചില വാക്കുകൾ ഉച്ചരിക്കാൻ സാധ്യമല്ല. എങ്ങനത്തെ വാക്കുകൾ? was overcome or was defeated. ഏതെങ്കിലും വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുകടന്നെന്നോ. ഓവർകം എന്നുള്ളതിന്റെ മലയാളം അതേ പറയാൻ പറ്റത്തുള്ളൂ. തജാവസ എന്ന് നമ്മൾ അറബിയിൽ പറയുന്ന ആ പ്രയോഗം. വിട്ടുകടന്നെന്നോ പരാജയപ്പെടുത്തിയെന്നോ ആർക്കും പറയാൻ കഴിയില്ല. ഇങ്ങനെയാണെങ്കിലും the beautiful trials in his character, പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ എണ്ണിത്തീർക്കാൻ സാധ്യമല്ല.
ഭൗതിക പണ്ഡിതന്മാർ തലകുലുക്കി സമ്മതിക്കുന്നു. നിരീശ്വരവാദിയായ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ലൈറ്റ് ഓഫ് ഏഷ്യ എലൈറ്റൻ ദ ഹോൾ വേൾഡ്. ഏഷ്യാ ഭൂഖണ്ഡത്തിലെ ഒരു പ്രകാശം ലോകം മുഴുവൻ പ്രകാശപൂരിതമാക്കി. ഭൗതിക പണ്ഡിതന്മാർ ആകെ അംഗീകരിച്ചു. മൈ എക്സ്പെരിമെന്റ്സ് ടു ട്രൂത്ത് എന്ന പുസ്തകത്തിൽ, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജി എഴുതി, ഐ ഷെഡ് ടിയേഴ്സ് when I read the privations of him and his companions voluntarily. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും സ്ഥിതി സമത്വത്തിനു വേണ്ടി, മനുഷ്യന്റെ സമസൃഷ്ടി സ്നേഹത്തിനു വേണ്ടി സ്വയം അനുഭവിച്ച പട്ടിണിയും ദാരിദ്ര്യവും വായിച്ചപ്പോൾ ഐ ഷെഡ് ടിയേഴ്സ്, കണ്ണുനീരൊലിച്ചു പോയത് മഹാത്മാഗാന്ധി എഴുതി. അടുത്ത സമയത്ത് എന്റെ നാട്ടിലെ ഒരു ഹിന്ദുവായ ഒരു പ്രൊഫസർ മതസൗഹാർദ്ദ സമ്മേളനങ്ങളിലൊക്കെ, നമ്മുടെ സാംസ്കാരിക സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ ഗാന്ധിയുടെ എക്സ്പീരിയൻസ് ട്രൂത്ത് വായിച്ചപ്പോ അതിലെഴുതിയിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിച്ച് ആ ജീവചരിത്രം വായിച്ചപ്പോ ഗാന്ധിജി കരഞ്ഞുപോയെന്ന് എഴുതിയിരിക്കുന്നു. മാത്രമല്ല, അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് ആ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ നിർവാഹമില്ലായിരുന്നു. സമീപത്ത് താമസിച്ചിരുന്ന ഒരു ജൂതന്റെ വീട്ടിൽ നിന്നും കടം വാങ്ങിയ എണ്ണ കൊണ്ടാണ് ആ ലോകൈക ഗുരുവിന്റെ വീട്ടിൽ പ്രകാശം തെളിച്ചത്. അത്ര ദാരിദ്ര്യത്തിലാണ് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പ്രൊഫസർ പറയാ, പനയോല കൊണ്ട് മെനഞ്ഞ, ഈന്തപ്പന ഓല കൊണ്ട് മെടഞ്ഞ ഒരു വിരിപ്പിൽ, ഒരു പായിൽ കിടന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യയാത്ര പോയത്. അപ്പോൾ അവിടുത്തെ ഉടമകൾ ഒരു ജൂതന് പണയം വെച്ചിരിക്കുകയായിരുന്നു. അത്രത്തോളം ദാരിദ്ര്യം അനുഭവിച്ച പ്രവാചകന്റെ ചരിത്രം ഞാൻ വായിച്ചപ്പോ ഞാനൊന്ന് ചിന്തിച്ചുപോയി. ഡോക്ടറെ, ഒരു ഹിന്ദു പറയാണ്, ഒരു ഹിന്ദുവായ പ്രൊഫസർ പറയാ, ഞാനൊന്ന് ചിന്തിച്ചുപോയി പ്രൊഫസറെ, ഡോക്ടറെ, അങ്ങനത്തെ നബി തിരുമേനിയുടെ ഒരു കേശം, ഒരു രോമം ആണെന്ന് അവകാശപ്പെടുന്ന ആ തലമുടി രോമം സൂക്ഷിക്കാൻ എന്തിനാ 40 കോടിയുടെ പള്ളി എന്ന അയാൾ എന്നോട് ചോദിക്കുക, ഒരു ഹിന്ദുവായ പ്രൊഫസർ ചോദിക്കുക. ഇത്രയും ദാരിദ്ര്യം ലഭിച്ച പ്രവാചകന്റെ മുടി സൂക്ഷിക്കാൻ 40 കോടിയുടെ പള്ളി എന്തിനാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അതിന് മറുപടി ശങ്കരാചാര്യൻ, നിങ്ങളുടെ ശങ്കരാചാര്യൻ തന്നെ പാടിയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്ന് പറഞ്ഞു. ജഡിലോ മുഞ്ചി ലുഞ്ചിതകേശം കാഷായാംബര ബഹുകൃതവേഷം പശ്യന്നഭിനജ പശ്യതി മൂടോ ഉദരനിമിത്തം ബഹുകൃതവേഷം. പ്രൊഫസർ അങ്ങ് കൈയടിച്ചവിടെ. ശങ്കരാചാര്യന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയാളുടെ ശ്ലോകം തന്നെ ഉദ്ധരിച്ച് മറുപടി കൊടുത്തു. പല ജാതി വേഷം കെട്ടി നടക്കും, എന്തിനാ? ഉദര നിമിത്തം ബഹുകൃതവേഷം എന്ന് ഞാൻ മറുപടി കൊടുത്തു. ദാരിദ്ര്യത്തിൽ ജീവിച്ചത് എന്തുകൊണ്ടാ? എന്തു വേണമെങ്കിലും സമ്പാദിക്കാമായിരുന്നില്ലേ? എത്ര കൂമ്പാരം പൊന്നു കിട്ടുമായിരുന്നു. ഇന്നും കാണാം, മദീനയിൽ പോയാൽ സ്വർണത്തിന് 2 മലകൾ, ജബലുൽ ദഹബ്, ഇന്നുമുണ്ട്, ലൈവാണ് സാധനം. അതിന്റെ ചുറ്റാകെ ഇരുമ്പ് വേലി കെട്ടി, കമ്പി വേലി കെട്ടി, ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് സൗദി ഗവൺമെന്റ് സംരക്ഷിക്കുന്ന ജബലുൽ ദഹബ്, പൊന്നിന്റെ മലകൾ 2 ഇന്നും കാണാം മദീനയിൽ. ആ 2 മലകൾ ഉഹദ് യുദ്ധത്തിൽ വെച്ച് പട്ടിണി കിടന്ന് വലഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ നിൽക്കാൻ നിർവാഹമില്ലാതെ ഇരുന്ന സമയത്ത് സഹാബാക്കളെ കിടങ്ങു കുഴിച്ചപ്പോൾ, എന്തിനാ കിടങ്ങു കുഴിക്കുന്നത്? ശത്രുക്കളുടെ കുതിരയും പടയാളികളും ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ, ഒരു യുദ്ധം ഒഴിവാക്കാൻ, ഒരു ചോരചിന്തൽ ഒഴിവാക്കാൻ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് കിടങ്ങു കുടിക്കാണ് സഹാബാക്കൾ. നേരെ നിൽക്കാൻ നിർവാഹമില്ല, നേരെ നിൽക്കാൻ കഴിയുന്നില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ കല്ല് പള്ളയിൽ ചുരുട്ടി കെട്ടി വെച്ചുകൊണ്ട് അവർ പണിയെടുത്തു. അപ്പോഴതിൽ ചിലരെങ്കിലും വിചാരിച്ചു കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും കഴിച്ചിട്ട് നിൽക്കാതെ. അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് പോയി സങ്കടമുണർത്തിക്കാം. എല്ലാവരും പട്ടിണി ജാഥയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുന്നിൽ എത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വിശന്നിട്ട് നേരെ നിൽക്കാൻ വയ്യ, വിശപ്പിന് എന്തേലും കിട്ടാതെ ഇക്കാര്യത്തിന് ഞങ്ങളെ കാക്കണ്ട എന്ന് പറഞ്ഞു. ഇന്നത്തെ ഒരു നേതാവിനോട്, ഇന്നത്തെ ഒരു ചില നേതാവ്, എല്ലാ നേതാക്കളല്ല, ഇന്നത്തെ ചില നേതാക്കളോട് ചെന്നിട്ട്, ഇപ്പം പിന്നെ എതിരിലിരിക്കുന്ന, പ്രതിപക്ഷത്തിരിക്കുന്ന ചില നേതാക്കളുണ്ടല്ലോ, അവരുടെ പരിചയം നമ്മൾ കണ്ടതല്ലേ, പട്ടിണി ജാഥയെ നമ്മൾ കണ്ടതല്ലേ, ഒരുപാട് ജാഥയും സമരയും അടിപിടി ഉണ്ടാക്കുന്നവരാ അവര്. അവരെ മുമ്പിൽ ജാഥ പോയപ്പോ അവരെങ്ങനെയാ പറഞ്ഞെന്നറിയാവോ? അങ്ങനെ പട്ടിണി ജാഥ ചെന്ന് കഴിഞ്ഞാൽ നേതാക്കൾ പറയും, എല്ലാവരും ഇരിക്കും, ഞാനൊന്ന് പ്രസംഗിക്കട്ടെ. പ്രസംഗമാണ് അവരുടെ പ്രധാന ജോലി, പ്രവർത്തനമില്ല.
മൈക്കെടുത്തിട്ട് പറയും, അടുത്ത പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ 5000 കോടി ഉറുപ്പിക ഭക്ഷ്യകാര്യത്തിനായി വക ഇരുത്തിയിട്ടുള്ളതാകുന്നു. അതിൽ 1000 കോടി ഉറുപ്പിക വെട്ടിച്ചെന്റെ പോക്കറ്റിലിടാനുള്ളതാകുന്നു. ബാക്കി വിത്തും വളത്തിനും ആകുന്നു. പഞ്ചവത്സര പദ്ധതി പൂർത്തിയാകുമ്പോൾ പട്ടിണിയെല്ലാം മാറും. സമാധാനമായിട്ട് ഇത് ഓർത്തുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറയും. നേതാവ് പ്രസംഗിക്കത്തേ ഉള്ളൂ. ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശപ്പ് എന്തെന്നറിയുന്ന പ്രവാചകൻ, സ്നേഹമെന്തെന്നറിയുന്ന പ്രവാചകൻ, തൊഴിലാളികളെ സ്നേഹിച്ച പ്രവാചകൻ, അനുയായികളെ പ്രണയിച്ച പ്രവാചകൻ ഒരു വർത്താനവും തിരിച്ച് മറുപടി പറഞ്ഞില്ല. മുഅല്ലമായ ശരീരത്തിൽ അടിഞ്ഞിരുന്ന ഖമീസ് നീളക്കുപ്പായം ഒന്ന് ഉയർത്തിക്കാട്ടി. സഹാബാക്കൾ ഒരു ശിലയാണ് പള്ളയിൽ ചേർത്തു കെട്ടിയതെങ്കിൽ 2 ശിലകൾ ചേർത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. കതിരൻ മശങ്കുമ്മൈ പിടിച്ച് പൂട്ടി, മോയിൻകുട്ടി വൈദ്യർ പാടിയ ആ ശരീരം. കതിരൻ മശങ്കുമ്മൈ, കതിരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യപ്രകാശം മയങ്ങിപ്പോകുന്ന പ്രകാശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കതിരൻ മശങ്കുമ്മൈ, ആ മെയിൽ 2 കല്ല് ചേർത്ത് വെച്ചിട്ടിരിക്കുക. പിന്നെ സഹാബാക്കൾ ഒന്നും പറഞ്ഞില്ല. അവരവരെ പണിക്ക് വ്യാപൃതരായി തിരിച്ചുപോയി. ആ വിശപ്പിന്റെ കാഠിന്യത്തിന്റെ കൊടിമയിൽ നിന്നപ്പോഴാണ് സ്വർണത്തിന്റെ 2 മലകൾ വന്നിട്ട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ 2 സ്വർണത്തിന്റെ മലകളാകുക. ഇഷ്ടം പോലെ വെട്ടിയെടുത്തോ. പാട്ടിണിയും ദാരിദ്ര്യമല്ലേ, പാട്ടിണിയും ദാരിദ്ര്യവും കള്ളക്കണ്ണീര് കാണിച്ചും യതീമക്കളുടെ പേര് പറഞ്ഞും ദീനിന്റെ പേര് പറഞ്ഞും കോടികൾ കമത്തി കൊണ്ടുവന്ന് ദീനീ സ്ഥാപനങ്ങൾ പടുത്തുയർത്തി മെഡിക്കൽ കോളേജ്, സ്വകാര്യ മെഡിക്കൽ കോളേജ് നടത്താൻ ശ്രമിച്ച് അത് പൊട്ടി പാളീസായപ്പോൾ പലിശക്കടം വീട്ടാൻ ദീനീ സ്ഥാപനം പണയം വെച്ചവരെ ഇതൊന്ന് ഓർത്തു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗം ഒന്നോർത്തു നോക്ക്. സ്വർണത്തിന്റെ മലകൾ വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഉഫിൻ, നിങ്ങൾ ദുനിയാവാണ്, നിങ്ങൾ ദുനിയാവാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അതുകൊണ്ട് പൊയ്ക്കോ മലകളെ, എനിക്ക് വേണ്ട. ആ മലകൾ ഇന്നും മദീനയിൽ ലൈവാണ്. ഈ മാർഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ് സമസ്തയുടെ പണ്ഡിതന്മാർ അനുകരിച്ചത്. എന്തേ കണ്ണിയത്ത് ഉസ്താദ് ഖുദ്ദസല്ലാഹു സിറഹുൽ ബംഗ്ലാവ് വെക്കാൻ കഴിയുമായിരുന്നില്ലേ? ആഡംബരക്കാർ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നാശഹേവല റോഡ് അങ്ങോട്ട് വെട്ടി ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ? അടുത്തെറിഞ്ഞ പല പല സംഭവങ്ങളുണ്ട്. ഏതോ ഒരു നാടൻ മനുഷ്യൻ മഹാനവറുകളെ കാണാൻ വന്നപ്പോ ഒരു 100 ഉറുപ്പ്യ കൊടുത്തു. എന്തിനാ 100 ഉറുപ്പ്യ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടത്തേക്ക് ചായ കുടിക്കാനാണ്. ചായ കുടിക്കാനൊരു ഭംഗി വാക്ക് നമ്മൾ പറയല്ലോ. സാഹന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുമല്ലോ, ആർക്കെങ്കിലും എന്തിനാ ചായ കുടിക്കാൻ ഇരിക്കട്ടെ എന്ന് പറയല്ലോ. ഭംഗി വാക്ക് പറഞ്ഞതാണ് ഈ നാടൻ മനുഷ്യൻ. ഇവിടത്തേക്ക് ചായ കുടിക്കാനാ. പക്ഷേ അണുവിട വ്യതിചലിക്കാതെ ഫിഖ്ഹനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അണുവിട വ്യതിചലിക്കാതെ ജീവിക്കുന്ന മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മത അത് വളരെ വലുതാ. നാദിറിന്റെ മഖ്സൂദ് പ്രശ്നമാണ്. ഒരാൾ എന്ത് നേർച്ചയാക്കുന്നു ആ പൈസ നേർച്ചക്കാരൻ പറഞ്ഞ കാര്യത്തിന് തന്നെ ചെലവഴിക്കണമെന്നാണ് നിയമം. അതുകൊണ്ട് മഹാനായ റഈസുൽ മുഹഖ്ഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് ഉസ്താദ് ഖുദ്ദസല്ലാഹു സിർറഹുൽ അദീസ് ഞാൻ 100 ഉറുപ്പികയും ചില്ലറ മാറി ഒറ്റ ഉറുപ്പിയാക്കി. അന്ന് ചായക്ക് ഒറ്റ ഉറുപ്പിയാക്കി ഒരു പാട്ടയിൽ അടച്ചു വെച്ചു. എപ്പ ചായ ആവശ്യം വന്നു അതിൽ ഓരോ ഉറുപ്പി കൊടുത്ത് ചായ തന്നെ കുടിച്ചു. ആ 100 ഉറുപ്പിയും ചായ തന്നെ കുടിച്ച്. കാരണം കൊടുത്താൾ പറഞ്ഞത് ചായ കുടിക്കാനാണ്, മറ്റൊന്നിന് ഉപയോഗിച്ചില്ല. അവരാണ് സമസ്തയുടെ നായകന്മാർ. അവരാണ് നായകന്മാർ. ദുനിയാവിലെ ഒന്നിനും പുറകെ അവർ പോയില്ല. ഈ സ്വർണത്തിന്റെ മലകളെ ആട്ടിയോടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്നും കാണാം. പക്ഷേ ആ മലകൾ ചുറ്റിലും കമ്പിവേലി കെട്ടിയിട്ട് ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്ത് ക്ലോസ് സർക്യൂട്ട് TV വെച്ച് സൗദി പട്ടാളം കാവൽ നിൽക്കുന്നു. എന്തിനാ? എത്രയോ മൈലുകൾക്ക് ഇപ്പുറം ബോർഡ് വെച്ചിട്ടുണ്ട്. എത്രയോ മൈലുകൾക്ക് ഇപ്പുറം ബോർഡ് വെച്ചിട്ടുണ്ട്, വൈറു മുസ്ലിമിന് മംനു ആണ്. അപ്പൊ മുസ്ലിമിന് മാത്രം പ്രവേശനമുള്ള സ്ഥലത്ത് എന്തിനായി പൊന്നിന്റെ മലയ്ക്ക് ഇത്ര വലിയ സംരക്ഷണം? അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും എടുക്കാതെ ആട്ടിയോടിച്ച ആ മലയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലെ നാമധാരികളായ മുസ്ലിങ്ങളിൽ നിന്ന് മോഷ്ടിക്കാതിരിക്കാനാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. തമ്മിലുള്ള വ്യത്യാസം അത്രയാണ്. ആ മുഅല്ലമായ ശരീരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ സഹാബാക്കളെ അണിനിരത്തുന്ന സമയത്ത് നമുക്കറിയാം, കയ്യിലെ ഒരു വടി കൊണ്ട് പട്ടാളത്തെ അണിനിരത്താൻ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ലോകത്തെമ്പാടും പടയാളികൾ, നീളമുള്ള പടയാളികൾ ഒരു ഭാഗത്ത്, നീളം കുറഞ്ഞ ഭാഗം പടയാളികൾ മധ്യഭാഗത്ത്, ഏറ്റവും നീളമുള്ളവർ അങ്ങേയറ്റത്ത്, രണ്ട് ഭാഗത്തും ഉയരമുള്ളവരും നടുഭാഗത്ത് ഉയരം കുറഞ്ഞവരുമായി പട്ടാളത്തെ ഹൈറ്റ് അനുസരിച്ച് നിർത്തുന്നത് ലോകത്തിന്റെ മുഴുവൻ പട്ടാളത്തിന്റെ യുദ്ധതന്ത്രമാണ്. ആ തന്ത്രം ലോകത്തെ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീളമനുസരിച്ച് സഹാബാക്കളെ അണിനിരത്തുമ്പോൾ അബദ്ധവശാൽ വടികൊണ്ട് ഒരു സഹാബിയുടെ പള്ളയിൽ കുത്തിയ ചരിത്രം നമുക്കറിയാം. ക്ഷമ ചോദിച്ചു ആ സഹാബിയോട്. നേരം പറഞ്ഞു, ഞാൻ ക്ഷമിക്കില്ല. പകരം ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല, എന്റെ പള്ളയിൽ കുത്തിയ വടി കൊണ്ട് തിരിച്ചു കുത്തണമെന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഒരു നേതാവ് അങ്ങനെ ഒരു അലിയായ ഡിമാൻഡ് അംഗീകരിക്കുമോ ഈ കാലഘട്ടത്തിലും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായെന്ന് മാത്രമല്ല, മനോഹരമായിട്ട് മോയിൻകുട്ടി വൈദ്യർ അത് കവിതയിലും ആക്കിയിട്ടുണ്ട്. നൈനാർ നബി ത്വാഹ കമീശക്കേറ്റി നവിണ്ടി സവാദോടി ഞടുത്തോടീറ്റി. സവാദുള്ളാഹിനാണ് ഈ വടിയും കൊണ്ട് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞാ പകരം കുത്തിക്കോ. അന്നേരമാണ് സവാദുള്ളാഹിന് പറയുന്നത്, അങ്ങനെ കുത്തുമ്പോ എന്റെ പള്ള നഗ്നമായിരുന്നു, അങ്ങിപ്പോ കമീസ് ധരിച്ചിരിക്കുക, അതിന്റെ പുറത്തുകൂടെ കുത്തിയാൽ എന്റെ പ്രതികാരം തീരില്ല. അപ്പോഴാ കുപ്പായ ഉയർത്തി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആകാൻ ആർക്ക് കഴിയും ഈ ലോകത്ത്? വടിയും കൊണ്ട് കുത്താൻ അടുത്തോടി എന്നപ്പോൾ നൈനാർ നബി ത്വാഹ കമീശക്കേറ്റി നവിണ്ടി സവാദോടി അടുത്തോതീറ്റി കൈനാൽ തിരൂപത്തൽ അയർത്തി നോക്കി അടുത്തി പൊളിഞ്ഞാശ മിളിയൊഴുക്കി. അടുത്തി എന്നപ്പോഴത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തി എന്നപ്പോഴത്തേക്ക് കയ്യിലിരുന്ന വടി എടുത്തൊരൊറ്റ ഏറ് സവാദുള്ളാഹി കൈനൽ യഥാമാക്കി കിദൂഹും ചാട്ടി കയ്യിലിരുന്ന വടിയെടുത്ത് ഒറ്റ ഏറരുത്. എന്നിട്ട് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളയിൽ ചേർത്ത് തെരുതര ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേ ഈ വടി കൊണ്ട് കുത്താനായിരുന്നില്ല, മറിച്ച് അങ്ങയുടെ ശരീരവുമായി സ്പർശിച്ചതെല്ലാം നരകത്തിന് ഹറാമാണ്. അതുകൊണ്ട് ആ തൊക്ക് എന്റെ മുഖത്തൊന്ന് സ്പർശിക്കാൻ കളിച്ച നാടകമാണിത് എന്ന് പറഞ്ഞു. അനുയായികളെ സ്നേഹിക്കുന്നു, ലോകത്തെ സ്നേഹിക്കുന്നു, യുദ്ധം ഒഴിവാക്കുന്നു, രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കുന്നു. 67 പടയോട്ടങ്ങൾ അവിടുന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായി. അതിൽ 27 സ്വയം നയിച്ചതാണ്. ആ കാലഘട്ടത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഗ്രസീവ് വാർ, അങ്ങോട്ട് കടന്നാക്രമിക്കാൻ കൽപ്പിച്ചിട്ടേയില്ല. ബദറും ഉഹദും ഖന്തക്കും ഹുനൈനും തബൂക്കും തായിഫും എല്ലാം ഡിഫൻസീവ് വാറാണ്. ഇങ്ങോട്ട് വന്ന ശത്രുക്കളെ തടഞ്ഞതല്ലാതെ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത ചരിത്രം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. ആ യുദ്ധങ്ങളിൽ ഒരിക്കൽ പോലും ഒരു ശത്രുവിനെയും അവിടുത്തെ തൃക്കരം കൊണ്ട് മുറിവേൽപ്പിച്ചിട്ടില്ല. നമുക്കറിയാം തായിഫിന്റെ കഥ. എത്ര പാടി പകർത്തിയാൽ തീരും ആ വിട്ടുവീഴ്ചയും സ്നേഹവും മനോഭാവവും. മാതാവിന്റെ നാട്ടിലേക്ക് പോയതാണ്. സഫീഹികൾ, മന്ദബുദ്ധികൾ, കുട്ടികൾ, ഭ്രാന്തന്മാർ, ഇവരെയൊക്കെ പറഞ്ഞയച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറിയും അടിച്ചും ബുദ്ധിമുട്ടിച്ചപ്പോ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് കൂട്ടിപ്പിടിച്ച് മലയെ ഞെരുക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞ മറുപടി നമുക്കറിയാം. ചുരുക്കം മാതൃരാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ ഒരു സംഭവം പറയും നമുക്കങ്ങ് അവസാനിപ്പിക്കാം. മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നത് ഈമാന്റെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ ഈ മാതൃരാജ്യത്തെയും അതിലെ ജനങ്ങളെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച പാരമ്പര്യം സമസ്തയ്ക്കുണ്ട്. എത്രമാത്രം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ സ്നേഹിച്ചു. അവരാരെങ്കിലും ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തോ? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ അസമ്മദ് പൂക്കൂട്ടൂർ സാഹിബ് അവറുകളിൽ എത്തിച്ചേരുന്നു. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങൾ വരുന്നവരെ എന്റെ സമയമുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹ്. നിർത്താണ്. മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നത്
ഈമാന്റെ ഭാഗമെന്ന് പഠിപ്പിച്ചു. പാണക്കാട് തങ്ങന്മാർ ചെയ്ത സംഭാവന, സമസ്ത ചെയ്ത സംഭാവനയൊക്കെ സലാഹുദ്ദീൻ ഫൈസി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ചരിത്രം പരിശോധിച്ച് നോക്കണം, മുസ്ലിങ്ങൾ ഈ രാജ്യത്തെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ റേഡിയോ പ്രക്ഷേപണം ചെയ്ത ഖുർആന്റെ ആയത്താണ് ഖാതിലിൽ മുശ്രിക്കീന കാഫത്തൻ കമാ യുഖാതിലുനകും കാഫ. യുദ്ധമുന്നണിയിൽ നിൽക്കുന്ന ഭാരതീയനായ മുസ്ലിം ഈ റേഡിയോ പ്രക്ഷേപണത്തിലെ ഖുർആൻ ആയത്ത് കേട്ടുകൊണ്ടാണ് യുദ്ധരംഗത്ത് നിൽക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന അതേ രൂപത്തിന് നേരെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളും തിരിഞ്ഞു നിൽക്കുന്നത്. അവരോധുന്ന ഖുർആനാണ് നമ്മൾ ഓതുന്നത്. അവരേത് പ്രവാചകനെ സ്നേഹിക്കുന്ന ആ പ്രവാചകനെ നമ്മളും സ്നേഹിക്കുന്നത്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധമുണ്ടായപ്പോൾ മർഹൂം CH മുഹമ്മദ് കോയ സാഹിബ് MP ആണ്. അന്ന് പാർലമെന്റിൽ ചെയ്ത വികാരനിർഭരമായ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിന്റെ പ്രശ്നം വരുമ്പോൾ നീ പാകിസ്ഥാനി, ഞാൻ ഭാരതീയൻ. അതാണ് ഭാരതീയ മുസ്ലിമിന്റെ കടമ. അതാണ് അന്ന് CH പാർലമെന്റിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു, പാകിസ്ഥാനികൾ എന്നല്ല, കഅബാലയം സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയും ഭാരതവുമായി യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഭാരതത്തോടൊപ്പം ഉറച്ചു നിൽക്കും. അതാണ് മുസൽമാൻ. ചരിത്രം പരിശോധിച്ച് നോക്കിയാലേ നമുക്ക് നല്ലതുപോലെ കാണാം എന്ത് ത്യാഗം ഈ സമുദായം ഈ രാജ്യത്തിന് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ അന്നത്തെ AICC പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ നേരെ പ്രധാനമന്ത്രിയാകുക അല്ലെങ്കിൽ വാക്സിൻ കൺട്രോൾ ചെയ്യുക എന്നല്ല. സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ AICC പ്രസിഡന്റ് ആകുക എന്ന് പറഞ്ഞാൽ യുദ്ധമുന്നണിയിലേക്ക് വിരിമാറ് കാട്ടിക്കൊണ്ട് മരിക്കാൻ തയ്യാറായി എടുത്തുചാടുക എന്ന അർത്ഥം. അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന പാശ്ചാത്യൻ ആയിരുന്നു ആദ്യത്തെ AICC പ്രസിഡന്റ്. രണ്ടാമത് AICC പ്രസിഡന്റ് ആയതാരാ? ഹൈബത്തുള്ള കോലം ഇന്നും പാർലമെന്റ് ഹൗസിൽ വെച്ചിട്ടുണ്ട്. ആ ചിത്രം, താടിയും തൊപ്പിയും വെച്ചിരിക്കുന്ന ചിത്രം ബദറുദ്ദീൻ തൊയ്യബ്ജിയാണ്. മുസ്ലിമാണ്. ഇന്ത്യക്കാരനായ ആദ്യത്തെ AICC പ്രസിഡന്റ് ബദറുദ്ദീൻ തൊയ്യബ്ജിയാണ്. പിന്നെ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെയും ഷൗക്കത്താലിന്റെയും ഒക്കെ കഥയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് സ്വാതന്ത്ര്യം ചോദിക്കാൻ പോയതാണ് ഇവിടുന്ന്. സിംഹത്തിനെ മടയിൽ കയറി ആക്രമിക്കുക എന്നുള്ള രീതിയിൽ ജോർജ് രാജാവിനോട് എന്ന് പറഞ്ഞെന്താന്നറിയാമോ? ലെറ്റ് ഫ്രീഡം ടു ദ മദർലാൻഡ്, അതർവൈസ് ലെറ്റ് മീ എ ഗ്രേവ് ഹിയർ. ഒന്നുകിൽ എന്റെ രാജ്യത്തൊരു സ്വാതന്ത്ര്യം തരിക, സ്വതന്ത്ര ഇന്ത്യയിലേക്ക് അല്ലാതെ തിരിച്ചു പോകില്ല, അല്ലെങ്കിൽ എനിക്കിവിടെ ഒരു കല്ലറ തരിക എന്നാ പറഞ്ഞത്. മൗലാന അവിടെ വെച്ച് വഫാത്താവുക ഉണ്ടായത്. വട്ടമേശ സമ്മേളനം കൂടുന്നതിന്റെ ഇടയ്ക്കാണ് നിസ്കരിക്കാൻ സമയമായപ്പോൾ രാജാവിന്റെ അനുമതി കൂടാതെ പോയി നിസ്കരിക്കാൻ കൈകെട്ടിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് വിസ്തരിച്ച് പറയാൻ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ ചുരുക്കാണ്. അതേ കപ്പലിൽ പോയ ചന്ദ്രശേഖര ശാസ്ത്രിയും തേജ് ബഹദൂർ സപ്രവും പറഞ്ഞത് ഇന്ത്യക്ക് സ്വതന്ത്ര ഭരണം കിട്ടാനുള്ള സമയമായിട്ടില്ല, ഞങ്ങൾക്ക് അതിന് കരുത്തായിട്ടില്ല എന്നാ പറഞ്ഞത്. മുസ്ലിം ഈ രാജ്യത്തെ സ്നേഹിച്ചതുപോലെ ആരാ അവിടെ സ്നേഹിച്ചത്? കുറെ കൂടെ മുന്നോട്ട് പോയാൽ ബ്രിട്ടീഷുകാർ കടന്നു വരുമ്പോൾ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ വിപ്ലവം നയിച്ചത് ഹുബ്ബുൽ ബത്തിരി മിനല്ലീമാൻ എന്ന് പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം രാജ്യത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ മതം ഉൾക്കൊണ്ട മുസ്ലിങ്ങളാണ് ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ വിപ്ലവം നയിച്ചത്. 1757 സിറാജ് ദൗല എന്ന ഭരണാധികാരി മീർ ജാഫർ എന്ന സിറാജ് ദൗലയുടെ മന്ത്രി ഒറ്റിക്കൊടുത്തില്ലായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ ചരിത്രം ഇതാകുമായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് ഇവിടെ കാലുകുത്താൻ കഴിയുമായിരുന്നില്ല. പിന്നെ ടിപ്പുവിന്റെ കഥ നമുക്കറിയാം, അത് വർണ്ണിച്ചു ഞാൻ സമയം പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തെ ഇത്രയും മനോഹരമായി രാജ്യത്തെ സ്നേഹിച്ച കവി അല്ലാമ ഇക്ബാൽ, പ്രവാചകന്റെ പേരുകെട്ടാൽ സ്നേഹം കൊണ്ട് കണ്ണുനീരൊഴുകുന്ന അല്ലാമ ഇക്ബാൽ, ഐ ബാദേ സമക് കമ്പൽ വാലേ സേ ജോ കഹിയോ പൈഗാം മുറാ കബലേ സേ ഉമ്മത്ത് ബിചാരെ കാ ദീൻ ഭീ ഗയാ ദുനിയാ ഭീ ഗയി എന്ന് പാടിയ അല്ലാമ. സുബഹിക്ക് ശേഷം വീശുന്ന മന്ദമാരുതൻ എന്റെ ഒരു സന്ദേശം റൗദയിൽ എത്തിക്കുമോ? എന്താണ് എന്റെ സന്ദേശം? റൗദയിലേക്ക് കൊടുക്കേണ്ട എന്റെ സന്ദേശം എന്താ? ഈ പാവപ്പെട്ട സമുദായത്തിന്റെ കയ്യിൽ ദീനും പോയി ദുനിയാവും പോയി എന്ന് കരഞ്ഞ അല്ലാമ ഇക്ബാൽ, പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ച അല്ലാമ ഇക്ബാൽ, മദീനയിലെ പ്രാക്കൂട്ടങ്ങളെ പോലും സ്നേഹിച്ച അല്ലാമ. ആ അല്ലാമയാണ് പാടിയത് സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ. ഇതിന് പകരം നീക്കാൻ ഒരു ജനഗണമനയ്ക്ക് വന്ദേ മാതരത്തിന് കഴിയുമോ? ദേശീയഗാനത്തെ വിമർശിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ പറയാ,
ടാഗോർ ദേശീയഗാനം എഴുതിയപ്പോ പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, കേരളമില്ല, തമിഴ്നാടില്ല, കന്നഡയില്ല, ആന്ധ്രയുമില്ല. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. വടക്കേ ഇന്ത്യയെ ടാഗോർ കണ്ടുള്ളൂ. വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗയെ കണ്ടുള്ളൂ. സഹ്യവരതും ഭാരതപ്പുഴയും കാവേരിയും കണ്ടില്ല. ആസേതു ഹിമാചലം ഒന്നായി കണ്ടുകൊണ്ട്, ഭാരതത്തെ ഒന്നായി കണ്ടുകൊണ്ട് ഭാരതത്തിന് രാജ്യസ്നേഹിയായ പുത്രൻ എഴുതി, സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസിത്തം ഹമാര, സാരേ ജഹാം സെ അച്ഛാ സൗദി അറേബ്യ ഹമാര എന്ന് എഴുതിയില്ല, പാകിസ്ഥാൻ ഹമാര എന്ന് എഴുതിയില്ല, ഇന്ത്യ ഹമാര എന്ന് എഴുതിയില്ല, ഭാരത് ഹമാര എന്ന് എഴുതിയില്ല, ഹിന്ദുസ്ഥാൻ ഹമാര. ചരിത്രത്തിൽ ആദ്യമായി ബഹിരാകാശത്ത് പേടകത്തിൽ ഇന്ത്യയിൽ നിന്ന് പോയ യാത്രക്കാരൻ രാകേഷ് ശർമ്മയാണ്. സോവിയറ്റ് യൂണിയന്റെ വാടകയ്ക്കെടുത്ത ബഹിരാകാശ പേടകത്തിൽ രാകേഷ് ശർമ്മ സഞ്ചരിച്ച് ആ ബഹിരാകാശ പേടകം നേരെ ഭാരതത്തിന് മുകളിൽ വന്നപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കോഡ്ലെസ് ഫോണിലൂടെ ചോദിച്ചു, ഹലോ ഇന്ത്യ, ബഹിരാകാശത്ത് ഇന്ത്യ കണ്ടപ്പോ എന്ത് തോന്നുന്നു? രാകേഷ് ശർമ്മ എഴുന്നേറ്റ് ജനഗണമനയല്ല പാടിയത്, അവിടെ നിന്ന് പാടിയത് സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസിത്തൻ ഹമാര. രാജ്യത്തെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. അതിന്റെ കഥ പറഞ്ഞാൽ ഒന്നും ഞാൻ പറഞ്ഞില്ല. പെൺകുട്ടികളെ സ്നേഹിക്കാൻ, പ്രകൃതിയെ സ്നേഹിക്കാൻ, പക്ഷികളെ സ്നേഹിക്കാൻ, മരങ്ങളെ സ്നേഹിക്കാൻ, ജലത്തെ സ്നേഹിക്കാൻ ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹബ്ബ് വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങളും മാസങ്ങളും പോരാ. കണ്ടോ, കാർലയിൽ പോലും പറഞ്ഞില്ലേ, ഹ്യൂമൻ എനർജി കനോട്ട് സഫിസ് ടു ഫിക്സ് കൗണ്ട് ദം. കണ്ടോ, അത് ഭൗതിക പണ്ഡിതൻ പറഞ്ഞപ്പോ ആത്മീയ പണ്ഡിതൻ പറഞ്ഞു ഖസീദത്തുൽ മിത്രിയുടെ അഖില്ലായ മയ്യുഹി മദിഹ മുഹമ്മദി വഫീ മദിഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. അഖില്ലായ, ഓ സഹോദരങ്ങളെ, ആർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിച്ച് തീർക്കാൻ കഴിയുന്നത്? ആ വർണ്ണന കൊണ്ട് അല്ലാഹു ഖുർആൻ തന്നെ അവതരിപ്പിച്ചപ്പോ അന്വേഷിച്ചുകൊണ്ടിരിക്കും. മലപ്പുറം ജില്ല ആയതുകൊണ്ട് തിരൂരും തിരൂരങ്ങാടിയും കോരങ്ങത്തും ഒക്കെയുള്ള പ്രവർത്തകർ ഉള്ളതുകൊണ്ട് രാജ്യസ്നേഹത്തിന് വേറെ ഒന്നും പറയണ്ട. ആ കോരങ്ങത്ത് പള്ളിയുടെ അടുത്തൂടെ പോയാൽ മതി. കോരങ്ങത്ത് പള്ളി, ഞാൻ തിരൂരും പരിസരത്തും വരുമ്പോഴൊക്കെ നമ്മുടെ ചെട്ടിപ്പള്ളിയിലെ നൗഷാദ് മുസ്ലിയാരെയും കൂട്ടിക്കൊണ്ട് കോരങ്ങത്ത് പള്ളിയിൽ പോയി സിയാറത്തിന് പോകും. അവിടെ ആരാ മറവിട്ട് കിടക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രാണവായു നിഷേധിച്ച്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രാണവായു നിഷേധിച്ച് ഷഹീദായവർ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾ മാത്രമാണ്. കോരങ്ങത്ത് പള്ളിയിൽ അവരുടെ ഖബറുകളാണുള്ളത്. രാജ്യത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ദേശാഭിമാനത്തോടെ ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്യാറുണ്ട് പലപ്പോഴും. പ്രാണവായു നിഷേധിക്കപ്പെട്ടിട്ട് വാഗൺ ട്രാജഡി ഉണ്ടായ ഭാഗത്തു നിന്ന് വന്ന പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. അവരോട് രാജ്യസ്നേഹം പറയേണ്ടുന്ന കാര്യം ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രവാചകന്റെ സ്നേഹത്തെക്കുറിച്ച് പറയാനുള്ള സമയം ചുരുക്കം കൊണ്ട് ഞാൻ മറ്റൊന്നും പറയാൻ കഴിയാത്തതിലുള്ള വേദനയോടെ ഇങ്ങനെയൊരു വലിയ സംരംഭത്തിൽ, വലിയൊരു സമ്മേളനത്തിൽ എന്നെ ക്ഷണിച്ചതിന് ഇതിന്റെ പ്രവർത്തകരോട് പ്രത്യേകമായ നന്ദി പറയുകയും ഇതിന് മറ്റൊരു കാരണക്കാരൻ കൂടിയുണ്ട്. എറണാകുളത്തുള്ള നമ്മുടെ SYSന്റെയൊക്കെ സംസ്ഥാന നേതാവായ ഫരീദ് സാഹിബ്, അദ്ദേഹമാണ്. ഇപ്പോൾ ഞാൻ അവിടെ എറണാകുളത്ത് എനിക്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലുള്ള അവരുടെ പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ വാഫി കോളേജിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥയുടെ കീഴിലുള്ള സിലബസ് അനുസരിച്ച് വരുന്ന സംഭവമല്ല. അവിടെ ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ ഫരീദ് സാഹിബാണ് ഞാൻ ഇവിടുത്തെ ജാലിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതും ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരും ഒരിക്കൽ കൂടി, പലപ്പോഴും പല മഹല്ലുകളിലും വെച്ച് വായനയിൽ കണ്ടിട്ടുള്ള പലരെയും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ചെറിയ വാക്കുകൾ ഏതെങ്കിലും അപാകങ്ങൾ വന്നു പോയിട്ടെങ്കിൽ ക്ഷമാ യാചന നടത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.